ഡൽഹിയിൽ ഇപ്പോൾ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 16ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗം നടക്കുകയാണ്. ജൂൺ 22, 23 തീയതികളിൽ നടന്ന ഈ സുപ്രധാന യോഗത്തിന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് നേതൃത്വം നൽകുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പരമ്പരാഗതമല്ലാത്ത സുരക്ഷാ വെല്ലുവിളികൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം ഇന്ന് ചർച്ച ചെയ്യുന്നത്. റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത വിശ്വസ്തനുമായ സെർജി ഷോയിഗു ഡൽഹിയിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ഇന്ന് അജിത് ഡോവലുമായി അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ച നടത്തും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 16ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാനാണ് ഡൽഹിയിലേക്ക് എത്തിയത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ഈ സുപ്രധാനമായ യോഗം നടക്കുന്നത്. ഷോയിഗുവിന് പുറമെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷാ വെല്ലുവിളികൾ, അതിർത്തി കടന്നുള്ള ഭീകരത, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ, പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും വികസനങ്ങൾ എന്നിവയിലാണ് ഉന്നതതല യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെപ്റ്റംബറിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി വിവിധ ആഗോള സുരക്ഷാ വിഷയങ്ങളിൽ സമവായം ഉണ്ടാകുന്നതിന് ഈ യോഗം നിർണായകമായ ഒരു പങ്ക് വഹിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വർദ്ധിച്ചുവരുന്ന സൈബർ ആക്രമണങ്ങൾ തടയലും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സംരക്ഷിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികൾ, അതിർത്തി കടന്നുള്ള ഭീകരവാദവും അതിനായി ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും തടയുക എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരിക്കും. സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച രാജ്യങ്ങളുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പുതിയ സുരക്ഷാ വീഴ്ചകൾക്ക് എങ്ങനെ കാരണമാകുന്നുവെന്നും യോഗം വിലയിരുത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക ഡിജിറ്റൽ ടൂളുകൾ എന്നിവയുടെ ദുരുപയോഗം ആഗോള സുരക്ഷയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളികൾ കൂടാതെ അതുമായി ബന്ധപ്പെട്ട രാജ്യം നേരിടാൻ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവരങ്ങൾ പങ്കുവയ്ക്കലും ശക്തമാക്കും. കൂടാതെ 16ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിലേക്കുള്ള പുരോഗതി ഉൾപ്പെടെ പരസ്പര സഹകരണത്തിന്റെ പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയും അതോടൊപ്പം തന്നെ ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും അതോടൊപ്പം തന്നെ വിശ്വസനീയവും പോസിറ്റീവുമായ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസവും മികച്ച ധാരണയും ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ഡോവൽ പറയുന്നത്. കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും സമീപകാല സംഭവവികാസങ്ങൾ അവലോകനം ചെയ്തതായും പോസിറ്റീവ് ബന്ധങ്ങളെക്കുറിച്ചുള്ള പുരോഗതികൾ സംതൃപ്തി പ്രകടിപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നുണ്ട്. ഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ ഖാദിർ നിസാമി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മേഖലാ സ്ഥിതിഗതികൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, സമാധാന കരാർ നടപ്പിലാക്കൽ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ശത്രുത ഉണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഇവർ ഒരു കൂട്ടുകെട്ട് നടത്തുന്നുണ്ട്, ഒരു വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട് എങ്കിലും ഇപ്പോഴും പല കാര്യങ്ങളിലും ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അതുകൊണ്ടാണ് ഒരു പോസിറ്റീവായ ഒരു മനോഭാവം എക്കാലത്തും ഇന്ത്യയും ചൈനയും തമ്മിൽ ഇങ്ങനെ ശത്രുതയിലേക്ക് പോകുന്നത് വലിയ ഒരു നഷ്ടം തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ് അതിലൊരു സൊല്യൂഷൻ കാണാം എന്ന രീതിയിലേക്ക് അജിത് ഡോവലും ചൈനയും തമ്മിൽ ഇപ്പോൾ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയത്.